ഞാനിവിടെ ടിഷ്യൂ ബോക്സാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് കട്ടിയുള്ള ഏതെങ്കിലും, എന്നാൽ ഒരുപാട് കട്ടിയില്ലാത്ത ഒരു കാർഡ്ബോർഡ് ബോക്സിൻ്റെ എന്തെങ്കിലും ഒരു പീസ് എടുക്കാം കേട്ടോ. പിന്നെ ഇത് നമുക്ക് സ്ക്വയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ ഞാൻ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം വന്നിട്ട് നമുക്ക് രണ്ടായിട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കിയെടുക്കാമേ. പിന്നെ ഇതേപോലെ ഒരു A4 ഷീറ്റ് പേപ്പർ എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു പടം വരച്ച് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു കരടിക്കുട്ടി, ഒരു ലവ് സിമ്പിൾ ഇങ്ങനെ കയ്യിൽ പിടിച്ചേക്കുന്ന രീതിയിലുള്ള ഒരു പടമാണ് കേട്ടോ വരച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഔട്ട്ലൈൻ പോലെ പെൻസിൽ വെച്ച് ഞാനതൊന്ന് വരച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ ഏകദേശം ഔട്ട്ലൈനൊക്കെ നന്നായിട്ടൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കാർഡ്ബോർഡിൻ്റെ ആ ഒരു കട്ടിയില്ലേ, അതിൽ നമ്മൾ ഒരു സൈഡിൽ വെച്ചിട്ട് നോക്കുക അതിൻ്റെ പൊസിഷനൊക്കെ കറക്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പൊസിഷനൊക്കെ കറക്റ്റായിട്ടാണ് കേട്ടോ ഞാൻ വരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ വരച്ചിരിക്കുന്ന ആ ഒരു പടം നല്ല ഡാർക്കനായിട്ട് നല്ലൊരു ജെൽ പെൻ വെച്ചിട്ട് നമുക്ക് ഔട്ട്ലൈൻ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കാമേ. നമുക്കിതാ ഈ ഒരു പേപ്പർ വന്നിട്ട് നമ്മൾ മടക്കി എടുത്തിരിക്കുന്ന ആ ഒരു കാർഡ്ബോർഡിൻ്റെ മുകളിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ രണ്ട് സൈഡും നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് വൈറ്റ് കളറിലും ഫ്രണ്ടിലേതായി ഈ ഒരു പിക്ചർ വരുന്ന രീതിയിൽ നമുക്ക് ഈ കാർഡ്ബോർഡിലേക്ക് ഈ ഒരു പേപ്പർ നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാമേ. പിന്നീട് ഈ എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്ന ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട്, അതായത് ആ ഒരു കാർഡ്ബോർഡ് നമ്മൾ ചെറുതായിട്ട് ഒരു വെട്ടി എടുത്തിട്ടില്ലേ, അതിൻ്റെ ഷേപ്പിൽ തന്നെ നമ്മൾക്ക് ഈ ഒരു പേപ്പറും കൂടെ രണ്ട് സൈഡും നമുക്കൊന്ന് വെട്ടിയെടുത്ത് ഒന്ന് സെറ്റാക്കി എടുത്ത് നന്നായിട്ട് രണ്ട് സൈഡും നമുക്ക് ഈ ഒരു കാർഡ്ബോർഡിലേക്ക് തന്നെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഞാൻ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഫോട്ടോ ഇവിടെ ഒട്ടിച്ച് കൊടുക്കുന്നത്. കാരണം വേറൊന്നുമല്ല, നമ്മുടെ ആ പശയുടെ ആ ഒരു സ്റ്റിക്കിനെസ് ആ ഒരു പേപ്പറിൽ നന്നായിട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഫാബ്രിക് ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഈ ഒരു പേപ്പർ, വൈറ്റ് പേപ്പർ നമ്മൾ ആ ഒരു കാർഡ്ബോർഡിലേക്ക് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ലവ് പാർട്ടിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു പേപ്പറും കൂടി ഞാൻ നന്നായിട്ട് ഫിക്സ് ചെയ്ത് നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വന്നിട്ട് നമുക്ക് ഇതേപോലത്തെ 2 സൈഡ് ടേബിളിൽ ആ ഒരു ടേപ്പ് വേണം. ആ ഒരു ടേപ്പ് എടുത്തിട്ട് വേണം കേട്ടോ നമുക്ക് അടുത്തതായിട്ട് ഇതിൻ്റെ ഉള്ളിൽ രണ്ട് സൈഡിലും ഇങ്ങനെ നീളത്തിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് എടുത്തിട്ട് രണ്ട് സൈഡും നീളത്തിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാകും, അതുപോലെ നീളത്തിൽ നമ്മൾക്ക് ഇത് നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാമേ. അപ്പോൾ ഇതേപോലെ എല്ലാ സൈഡും ഞാൻ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ബാക്ക്ഗ്രൗണ്ട് പോലെ നമ്മൾ ഈ ഒരു ലവ് നമ്മൾ വെട്ടിയെടുത്തേക്കുന്നത് അതിൻ്റെ നേരെ ബാക്കിലായിട്ട് നമുക്ക് ഇതേപോലെ ഒരു വെള്ള പേപ്പർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളർ ഈ ഒരു പേപ്പറിൽ ഫുള്ള് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു പേപ്പറിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് എഴുതി കൊടുക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതേപോലെ ഒരു ചെറിയൊരു കോട്ടാണ് കേട്ടോ എഴുതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് നല്ല ബ്ലാക്ക് കളറിൽ ജെൽ പെൻ വെച്ചിട്ട് ഈ ഒരു കോട്ട് ഇവിടെ എഴുതി കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഒരു A4 ഷീറ്റ് പേപ്പറിൽ ഒന്ന് മടക്കി അത് എഗെയിൻ രണ്ടായിട്ടൊന്ന് കീറിയിട്ട് ഇതേപോലെ നീളത്തിൽ വരുന്ന പോലെ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കൊന്ന് വെച്ച് കൊടുക്കണം. അങ്ങനെ അതൊന്ന് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ, അതായത് ആ ലവ് ആ ഗ്രീൻ കളർ മൂടി അല്ലേ ഇപ്പോൾ വന്നേക്കുന്നത്, ഈ ഒരു ഭാഗത്തും ഞാൻ ഒരു ചെറിയൊരു കോട്ട് എഴുതിയിട്ട്
നമ്മൾക്ക് എന്താണോ വേണ്ടത് ആ ഒരു കോട്ട് ഇതിൽ എഴുതി കൊടുക്കാമേ. പിന്നെ ഇതിൻ്റെ താഴെ ഞാൻ ഒരു പേപ്പറിൽ ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് പുല്ലെന്ന് പറഞ്ഞിട്ടും കൂടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്ത് പിടിച്ചിങ്ങനെ തുറക്കുമ്പോഴത്തേക്കുമാണ് ഇതിൻ്റെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് കാണാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു പേപ്പർ നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതി കൊടുക്കാമേ. അപ്പോൾ യു ആർ മൈ എവറിത്തിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പേപ്പറിൻ്റെ 2 സൈഡിൽ ഒട്ടിച്ചേക്കുന്ന നമുക്ക് ആ 2 സൈഡ് ടേപ്പില്ലേ, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് അടർത്തി എടുക്കാം. അപ്പോൾ അത് എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ ഒരു ഉള്ളിലൊരു ഹോള് പോലെ ഒരു ഭാഗം ഉണ്ടാകും. അതിലാണ് കേട്ടോ നമ്മൾ ഈ മെസ്സേജ് എഴുതിയ, അതായത് ഗ്രീറ്റിങ്സ് എഴുതിയ ഈ ഒരു സീക്രട്ട് ആയിട്ടുള്ള ഈ ഒരു പേപ്പർ നമുക്കിങ്ങനെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വേറെ കളേഴ്സൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. എന്ത് ഡിസൈൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഫുള്ള് ചെയ്യുമ്പോൾ കാണുന്നത് ഈ ഒരു ഗ്രീൻ കളറിൽ നമ്മൾ എഴുതിയിരിക്കുന്ന ആ ഒരു ചെറിയൊരു മെസ്സേജും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഫുള്ളിൽ എഴുതിയിരിക്കുന്ന ഈ ഒരു പേപ്പറിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ഉള്ളിലും കുറച്ച് മെസ്സേജസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഞാൻ ജസ്റ്റ് നോവൽ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ബർത്ത്ഡേ വിഷസ്, ആനിവേഴ്സറി വിഷസ്, വാലൻറ്റൈൻസ് ഡേ വിഷസ്, ഏത് വിഷസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഗ്രീറ്റിങ്സ് ആയിട്ട് എഴുതി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ.